വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ഒരു മഹാദുരന്തം നമ്മൾ നേരിട്ട് കണ്ടു, ചാനലിനകത്തൂടെയൊക്കെ നമ്മൾ കണ്ടു. എത്ര വേദനാജനകമായ ഒരു സംഭവമായിരുന്നു അല്ലേ. നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. എത്ര ആൾക്കാർ, ഏതാണ്ട് 250 പരം ആൾക്കാർ മുകളിൽ മരണപ്പെട്ടു. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം കത്തി ചാമ്പലായിപ്പോയി. എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൊണ്ടാണ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നതും കൊച്ചു കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് പോകുന്നതും അല്ലേ. നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടു. അപ്പം നമുക്കൊക്കെ സങ്കടപ്പെടാനല്ലേ പറ്റുള്ളൂ. എല്ലാവർക്കും എൻ്റെ സങ്കടകരമായ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇനി ഇതുപോലുള്ള അപകടങ്ങൾ ലോകത്തൊരിടത്ത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് ചാനൽ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ. ഇന്നൊരു സിമ്പിളായിട്ടുള്ള ചെറിയൊരു ഐറ്റമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു പോകും. 2 കോഴിമുട്ട കൊണ്ടാണ് നമ്മൾ ആ സിമ്പിളായിട്ടുള്ള റെസിപ്പി ചെയ്യുന്നത്. ഒരു സബോള, 1-2 പച്ചമുളക്, രണ്ട് കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചിട്ടതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ട് സവോള എല്ലാം കൂടെ ഗ്ലാസ്സിനകത്ത് ഇട്ട് കൊടുക്കും. ഒരു ടീസ്പൂൺ തേങ്ങാപ്പീരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പ് കൂടി, ഒരല്പം കറിവേപ്പിലയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടെ. അടിച്ചു വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഓംപ്ലേറ്റൊക്കെ ചെയ്യുന്നത് പാൻ്റെ അകത്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിന്ന് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് കപ്പ ഓംപ്ലേറ്റാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് പല വീടുകളും ഉണ്ടല്ലോ, കടുവ് പൊട്ടിക്കുന്ന സാധനം. അടപ്പൊന്ന് കത്തിച്ച് നമ്മൾ ഈ കടുവ് പൊട്ടിക്കുന്ന ഈ സാധനം അങ്ങോട്ട് വെക്കുക. ഒരല്പം വെളിച്ചെണ്ണ, ഒരു നുള്ളു വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് കറക്കി എല്ലായിടത്തും ഒന്ന് കറക്കിയിട്ട് ഈ വെളിച്ചെണ്ണ മാറ്റി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ചെറിയ തീയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കണം. ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കും. തീ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാൻ. എന്നാ പറയുക, ഇതൊക്കെ ചിലപ്പം കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടും. ഇത് വെറൈറ്റി ആണല്ലോ, സംഭവം മുട്ട ഓംപ്ലേറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കപ്പ ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അടുപ്പൊക്കെ നിർത്തിയിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ മുട്ട ഓംപ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും തീ വളരെ കുറച്ച് വെച്ച് ചെയ്തെടുക്കാവുള്ളൂ. കാര്യം എന്നാൽ മാത്രമേ ഇതിൻ്റെ അകം കൂടെ വേഗത്തുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലത്തെ കപ്പൊക്കെ ഉള്ളവർ ഇതേപോലത്തെ ഓംപ്ലേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം കേട്ടോ. ബായ്.